പപ്പനും ഗൾഫ് പണവും. നമ്മുടെ കഥയിലെ നായകൻ പപ്പൻ. പപ്പൻ വലിയ മടിയനാണ്, പക്ഷേ ആള് വലിയ വായിൽ വർത്തമാനം പറയുന്ന കാര്യത്തിൽ മിടുക്കനാണ്. ഒരു ദിവസം പപ്പന്റെ അടുത്ത സുഹൃത്ത് രവി അവനെ കാണാൻ വന്നു. രവി ചോദിച്ചു, എന്താടാ പപ്പൻ, നീ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത്? വല്ല പണിക്കും പോക്കൂടെ? പപ്പൻ ഒന്ന് ആഞ്ഞു വലിച്ചു പറഞ്ഞു, എടാ, ഞാൻ ഗൾഫിൽ പോകാനുള്ള പ്ലാനിങ്ങിലാ. അവിടെ എനിക്ക് വലിയൊരു ബിസിനസ് ഓഫർ വന്നിട്ടുണ്ട്. രവിക്ക് അത്ഭുതമായി. അയ്യോ, അതെന്താ ബിസിനസ്? പപ്പൻ ഗൗരവത്തിൽ പറഞ്ഞു, അവിടെ മണലിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കുന്ന ഒരു പുതിയ ടെക്നോളജി ഞാൻ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ലക്ഷങ്ങളാണ് ശമ്പളം. രവി ഇത് കേട്ട് ഞെട്ടിപ്പോയി. അവൻ വിചാരിച്ചു പപ്പൻ ശരിക്കും വലിയ ആളാകാൻ പോകുകയാണെന്ന്. കുറച്ചു കഴിഞ്ഞു. ഒരു ദിവസം രവി പപ്പനെ കവലയിൽ വെച്ച് കണ്ടു. പപ്പൻ പഴയതുപോലെ തന്നെ മുഷിഞ്ഞ മുണ്ടും ഉടുത്ത് ചുമ്മാ ഇരിക്കുന്നു. രവി ഓടിച്ചെന്ന് ചോദിച്ചു, എടാ പപ്പ, നീ ഇതുവരെ ഗൾഫിൽ പോയില്ലേ? സ്വർണ്ണ ബിസിനസ് എന്തായി? പപ്പൻ ഒന്നു നെടുവീർപ്പിട്ടു പറഞ്ഞു, അതൊക്കെ പോയി രവി. വലിയൊരു പ്രശ്നമുണ്ടായി. രവി പരിഭ്രമത്തോടെ ചോദിച്ചു, എന്തുപറ്റി? വിസ കിട്ടിയില്ലേ? പപ്പൻ വളരെ ഗൗരവത്തിൽ പറഞ്ഞു, വിസ ഒക്കെ കിട്ടി. പക്ഷേ ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവർ പറഞ്ഞു അവിടെ മുഴുവൻ മണലാണെന്ന്. എനിക്കാണെങ്കിൽ മണൽ അലർജിയാ. അതുകൊണ്ട് ആ പണി വേണ്ടെന്ന് വെച്ചു. രവി അന്തം വിട്ട് നിന്നുപോയി. മണൽ അലർജിയുള്ളവൻ ഗൾഫിൽ പോകാൻ പ്ലാൻ ചെയ്ത് ആ ഒരൊറ്റ ബുദ്ധി സമ്മതിച്ചു കൊടുക്കണമല്ലോ എന്ന് കരുതി രവി തലയിൽ കൈവച്ച് അവിടുന്ന്